നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ പ്രസവിച്ച് വീഴുന്നത്, നമ്മൾ ജനിച്ചു വീഴുന്നത് ഈ ഒരു ഇന്റർനെറ്റിന്റെ യുഗത്തിലേക്കായിരുന്നുവെങ്കിൽ, ഓരോ വീട്ടിലും ഓരോ അംഗത്തിനും നെറ്റ് കണക്ഷനുള്ള ഒരു മൊബൈൽ ഫോണുള്ള ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു നമ്മളും ജനിച്ചു വീഴുന്നത് എങ്കിൽ, ഇന്നത്തെ തലമുറയിൽ എന്തെല്ലാം അരുതായ്മകൾ കാണുന്നുണ്ടോ അതെല്ലാം ഒരുപക്ഷെ നമ്മളിലും കാണാൻ സാധ്യതയേറെയാണ്. നമ്മൾ ജനിച്ചു വീണ ഒരു പരിസരം എന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകമാണ്, സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത ഒരു ലോകമാണ്. ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ ഇൻസ്റ്റാഗ്രാമും മറ്റു സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രസവിച്ചു വീണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിലും ഇതിന്റെയൊക്കെ മറ്റു വേർഷനുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൽ ആ കാലഘട്ടത്തിലുള്ള വിദ്യാർത്ഥി തലമുറ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ കാലഘട്ടത്തിൽ ഒരു ഇന്റർനെറ്റിന്റെ യുഗത്തിൽ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് സ്വാഭാവികമായും അവർ അതിന്റെ ഇരകളായി മാറും. ആ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, ഡിവൈസുകൾ ഈ പുതിയ തലമുറയെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വിദ്യാർത്ഥികളെ, പുതിയ തലമുറയെ ആക്ഷേപിച്ചതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല. മറിച്ച് അവർ എന്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുന്നിടത്താണ് നാം വിജയിക്കേണ്ടത്.